ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇമ്മിനൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം മലിനീകരണത്തെക്കുറിച്ചാണ്. മലിനീകരണം അഥവാ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടല്ലേ. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, അങ്ങനെ ഇഷ്ടം പോലെ. പക്ഷെ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളധികം കേട്ടില്ലാത്തത്, അല്ലെങ്കിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് നമ്മുടെ ഭൂമിക്ക് വെളിയിൽ സ്പേസ് ആണല്ലേ. അപ്പോൾ ആ സ്പേസിൽ ബഹിരാകാശത്തുണ്ടാകുന്ന ആ മലിനീകരണത്തെക്കുറിച്ചാണ്. അതിലേതാനും ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഞാൻ നിങ്ങളത് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു എമിനൻസ്. സ്പേസിലേക്ക് നമ്മൾ അയച്ച റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും മറ്റും അവശിഷ്ടങ്ങൾ അവിടെ ചുറ്റിത്തിരിയുന്നുണ്ട്. ഇതിൽ പലതിൻ്റെയും വ്യാസം എന്നത് 10 സെൻറ്റിമീറ്ററിൽ തുടങ്ങി മീറ്ററുകളോളം വലിപ്പമുള്ളതാണ്. ഇതിൻ്റെ വേഗത എന്നത് മണിക്കൂറിൽ 30,000 കിലോമീറ്ററോളമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് ബഹിരാകാശത്തിലേ നടക്കുന്നത് ഭൂമിയിൽ താമസിക്കുന്ന നമ്മൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, പല ആവശ്യങ്ങൾക്കായി നമ്മൾ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് കൂട്ടിയിടിച്ചാൽ മതി, അതിൻ്റെ കഥ കഴിഞ്ഞു. ഏതിൻ്റെ? നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമായ ഉപഗ്രഹത്തിനാണ് കേടുവരുത്തുക. അതോടുകൂടി നാം വാർത്താവിനിമയ സംവിധാനങ്ങൾക്കും കാലാവസ്ഥ നിരീക്ഷണത്തിനുമൊക്കെ അയച്ച കാര്യം തകിടം മറിയും. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷന് വരെ അതിൻ്റെ പാത്ത് അഥവാ ദിശ മാറി സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രവർത്തനം അവസാനിപ്പിച്ച ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥം ഘട്ടം ഘട്ടമായി താഴ്ത്തി ഭൂമിയിൽ സുരക്ഷിതമായി ഇറക്കിയാണ് ഇതിനെ നശിപ്പിച്ച് കളയുക. ഇതിൽ മിക്കതും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വച്ചു തന്നെ എഴിഞ്ഞു തീരും ആ ഒരു ചൂട് കൊണ്ട്. എന്നാൽ ചിലത് പൂർണ്ണമായും നശിക്കാതെ ഭൂമിയിൽ വന്ന് പതിക്കാറുമുണ്ട്. ഇങ്ങനെ ഉപഗ്രഹങ്ങൾ മറ്റും അതിൻ്റെ അവശിഷ്ടങ്ങൾ മറ്റും പതിച്ചതായി ലോകത്ത് പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ബഹിരാകാശത്തുള്ള ഈ മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്താണ് പോംവഴി എന്നുള്ള തന്ത്രപ്പാടിലാണ് ഗവേഷകർ. യൂറോപ്യൻ സ്പേസ് ഏജൻസി അഥവാ ഈസ അവരുടെ ഒരു ഉപഗ്രഹം നിർമ്മിച്ച് അവരയക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ക്ലിയർ സ്പേസ് 1 എന്നാണ് ആ ക്ലീനിങ് ദൗത്യത്തിന് അവർ പേരിട്ടിരിക്കുന്നത്. യന്ത്രക്കൈകളുള്ള ഒരു ഉപഗ്രഹം ബഹിരാകാശത്ത് കറങ്ങി നടന്ന് ഈ മാലിന്യങ്ങളെയൊക്കെ വാരിക്കൂട്ടി നമ്മുടെ ഭൂമിയിൽ എത്തിക്കും. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തുന്നതോടുകൂടി അത് കത്തി നശിക്കുന്നു. പക്ഷെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ബഹിരാകാശം കീഴടക്കാനുള്ള പദ്ധതികളുമായി ഇന്നും പല വമ്പൻ കമ്പനികളും അതിൻ്റെ ആ ഒരു തയ്യാറെടുപ്പിലാണ്. ഫ്രണ്ട്സ്, അപ്പോൾ സ്പേസ് പൊല്യൂഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂട്ടുകാർക്ക് അറിയാൻ സാധിച്ചു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. Till then, stay tuned from Eminence.